നമസ്കാരം, എൻ്റെ പേര് ആദർശ്. എനിക്ക് 29 വയസ്സുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. എനിക്ക് പാരമ്പര്യമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അച്ഛൻ നല്ല മുടി പൊഴിച്ചിലുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ പ്രായം ആയപ്പോഴത്തേക്കും അച്ഛൻ കഷണ്ടി ആയിരുന്നു. നല്ലപോലെ ഹെയർ ഫോളായി. കഷണ്ടി ആയപ്പോഴാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ആലോചിച്ച് ഈ ക്ലിനിക്കിൽ വന്നത്. ഞാൻ ഈ ക്ലിനിക്കിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ്. അപ്പോൾ അവനിങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വിവരം എന്നോട് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത്. ഇവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫുമാരും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഡോക്ടേഴ്സ് വന്ന ഉടനെ തന്നെ എൻ്റെ മുടിയുടെ കണ്ടീഷൻസും കാര്യങ്ങളും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് തുടർന്നുള്ള പ്രൊസീജിയേഴ്സ് ഞാനുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ ലാഡൻ സിറ്റി വരുന്നതിന് മുന്നേ വേറെ പല ക്ലിനിക്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മൾ വേറൊരു ക്ലിനിക്ക് കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള പരിഗണനയും നമുക്ക് ഈ ലാഡൻ സിറ്റിയിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും ടോട്ടലി ഡിഫറൻ്റ് ആണ്. ആ ഒരു ഫാക്ടർ ഞാൻ കണക്കിലെടുത്താണ് ലാഡൻ സിറ്റിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലാഡൻ സിറ്റി ക്ലിനിക്കിൽ നമുക്ക് ആ ഒരു സർജറിയുടെ ഒരു പേടി ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈ ക്ലിനിക്കിൽ വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫുമാരും വളരെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നത്. ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രൊസീജിയർ ഫുള്ളി കഴിഞ്ഞിരുന്നു. ക്ലിനിക്കിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആണ് എനിക്ക് ലഭിച്ചത്. ഹെഡ് വാഷിന് 2 ദിവസം മുന്നേ എന്നെ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് വിളിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞും ഓരോ 10 ദിവസം 15 ദിവസം കൂടിയിരിക്കുമ്പം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് അന്വേഷിക്കാൻ വേണ്ടി നമ്മളെ ക്ലിനിക്കിൽ നിന്ന് വിളിക്കുകയും ചെയ്യുകയുണ്ടായി. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 2 വർഷം ആകുന്നുണ്ട്. നഷ്ടപ്പെട്ട കോൺഫിഡൻസ് എനിക്ക് തിരിച്ച് കിട്ടിയ പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും കണ്ണാടി നോക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ മിററിനെ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോഴെങ്കിൽ എൻ്റെ ആ പൊഴിഞ്ഞ മുടിയെല്ലാം തിരിച്ചു വന്നിട്ട് 5 വർഷം മുന്നേ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലുക്കിൽ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ പഴയ മുടി എങ്ങനെയായിരുന്നുള്ളത്. മുടി പൊഴിഞ്ഞ് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു എൻ്റെ ഹെയർ ലൈൻ എല്ലാം ഇരുന്നത്. ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കിട്ടി. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴും കണ്ണാടി നോക്കുമ്പോഴും ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാം എനിക്ക് വളരെ കോൺഫിഡൻസോട് കൂടി നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി ക്ലിനിക്കുകൾ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാഡൻ സിറ്റിയിലെ ഹെയർ ലൈൻ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഹെയർ ലൈൻ വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറോട് അത് ഷെയർ ചെയ്ത് അവർ ആ രീതിക്ക് നമുക്ക് ഹെയർ ലൈൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തരും. പക്ക നാച്ചുറൽ ആയിട്ട് തന്നെ. അത് വേറെയുള്ള ക്ലിനിക്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് മുടി പൊഴിച്ചിൽ കാരണം മാരേജിനും അതുപോലെ തന്നെ പ്രൊഫഷണലുമായിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ഈ ഒരു ലാഡൻ സിറ്റി എന്ന് പറഞ്ഞ ക്ലിനിക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ എങ്ങനെ എൻ്റെ കോൺഫിഡൻസ് വീണ്ടെടുത്തോ അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ള നിങ്ങൾക്കും ഈ കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ പറ്റും. എൻ്റെ ഈ 2 വർഷം ആകാറാകുമ്പോഴുള്ള ഈ റിസൾട്ടിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ എൻ്റെ കോൺഫിഡൻസ് ആണ്. അതിന് പ്രത്യേക ലാഡൻ സിറ്റിയുടെ ക്ലിനിക്കിനോടും അവിടുത്തെ ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടും എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്.